നമസ്കാരം. മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് ഈ വരുന്ന കുറച്ച് ദിവസങ്ങളിൽ, അതായത് ഇപ്പോൾ ഏപ്രിൽ മാസത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത്. ഏപ്രിൽ മെയ് മാസങ്ങളിൽ അല്പം ശ്രദ്ധിക്കേണ്ടതായ ചില നക്ഷത്രക്കാരുണ്ട്. അപ്പോൾ ശ്രദ്ധിക്കേണ്ടതായ നക്ഷത്രക്കാരെന്ന് പറയുമ്പോൾ അവർ ശാരീരികപരമായിട്ടുള്ള ചില ബുദ്ധിമുട്ടുകളും സാമ്പത്തികപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും കുടുംബത്തിലുള്ള മറ്റുള്ള ബന്ധുജനങ്ങൾക്ക് ചില ശാരീരിക ബുദ്ധിമുട്ടുകളൊക്കെ വരാൻ സാധ്യതയുള്ളതിനാൽ ഈ പറയാൻ പോകുന്ന കുറച്ച് നക്ഷത്രക്കാർ തങ്ങളെയും തങ്ങളുടെ ചുറ്റുമുള്ള ആളുകളെയും കുറച്ചൊന്ന് ശ്രദ്ധിക്കാനായി ശ്രമിക്കേണ്ടതാണ്. അപ്പോൾ ഏതൊക്കെയാണ് ആ നക്ഷത്രങ്ങൾ എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ആദ്യത്തെ നക്ഷത്രങ്ങൾ അശ്വതി ഭരണി കാർത്തിക നക്ഷത്രക്കാർ അല്പം ശ്രദ്ധിക്കേണ്ടതായ സമയമാണ് മുന്നോട്ട് വരാൻ പോകുന്നത്. കുടുംബജീവിതത്തിൽ ഒക്കെ പല പ്രശ്നങ്ങളും ഇതുവരെ ഇല്ലാതിരുന്നിട്ടുള്ള തലത്തിലുള്ള പല പ്രശ്നങ്ങളും ഉടലെടുക്കാനും അല്ലെങ്കിൽ നാമ്പിടുവാനുമുള്ള ഒരു അവസരങ്ങൾ കാണുന്നുണ്ട്. ചെറിയ ചെറിയ വീഴ്ചകൾ, അസുഖങ്ങൾ, ജലദോഷങ്ങൾ, ഇങ്ങനെയുള്ള ജലദോഷം എന്ന് പറഞ്ഞാൽ ചില ആളുകൾക്ക് എത്ര മഴ നനഞ്ഞാലും ശാരീരിക ബുദ്ധിമുട്ടുകൾ വരാത്ത ചില ആളുകളുണ്ട്. അവർക്ക് പോലും പെട്ടെന്നുള്ള ചെറിയൊരു പനിയാണെങ്കിൽ പോലും വന്ന് ആശുപത്രി വാസത്തിനുള്ള ചെറിയൊരു ദോഷം നിങ്ങളുടെ ജാതകത്തിൽ അത് ചെറുതായി കണ്ടാൽ മതി. വലിയ ബുദ്ധിമുട്ടുകളിലേക്കൊന്നും അത് പോകുന്നില്ല. എങ്കിൽ പോലും ചില നക്ഷത്രക്കാർ, അതായത് ഭാഗ്യം വരാൻ പോകുന്ന നക്ഷത്രക്കാരെ കുറിച്ച് പറയുമ്പോൾ അതേ തോതിൽ തന്നെ പ്രാധാന്യം അർഹിക്കുന്ന നക്ഷത്രക്കാരാണ് ചില വിഷമങ്ങളും ദോഷങ്ങളും ബുദ്ധിമുട്ടുകളും വരാൻ പോകുന്ന നക്ഷത്രക്കാരും. അപ്പോൾ അവരെക്കുറിച്ച് നിങ്ങൾക്ക് ഒരു സൂചന, ആ നക്ഷത്രക്കാരെ കുറിച്ച് സൂചന തരേണ്ടത് ഒരു ജ്യോതിഷിയുടെ ഒരു കടമ കൂടിയാണ്. അതുകൊണ്ട് ഒന്ന് കരുതിയിരിക്കാൻ, ഒരു മുൻകരുതൽ എന്ന പോലെയാണ് ഈ നക്ഷത്രക്കാരെ കുറിച്ച് ഒന്ന് പറയുന്നത്. അല്ലാതെ വിഷമിക്കാനോ പാനിക്കാവാനോ വേണ്ടി ഒന്നും പറയുന്നതല്ല. അതിനാൽ അശ്വതി ഭരണി കാർത്തിക നക്ഷത്രക്കാർ, ഈ നക്ഷത്രക്കാർ ഒന്ന് ശ്രദ്ധിക്കുക. ഏത് കാര്യം എടുക്കുമ്പോഴും രണ്ടാമത് ചിന്തനം അത്യാവശ്യമാണ്. ഏത് കാര്യത്തിലേക്ക് ഇറങ്ങുമ്പോഴും ഞാനിത് പോകണോ അല്ലെങ്കിൽ ഞാനത് ചെയ്യണോ എന്ന് രണ്ടാമത് ചിന്തിച്ച് കൂടുതൽ കരുത്തോടുകൂടി വേണം മുന്നോട്ട് പോകാനായി ശ്രമിക്കാൻ. അടുത്ത നക്ഷത്രം പുണർദം പൂയം ആയില്യം നക്ഷത്രക്കാരും ഇതുപോലെ തന്നെയാണ് വേണ്ടുന്നത്. ഏത് കാര്യത്തിനും എടുത്തുചാടിയുള്ള ചില തീരുമാനങ്ങൾ പുണർദം നക്ഷത്രക്കാർ കാണിക്കാറുണ്ട്. അത് സാമ്പത്തിക നഷ്ടത്തിലേക്ക്, വൻതോതിലുള്ള നഷ്ടങ്ങൾ അല്ലെങ്കിൽ പോലും ചില നഷ്ടങ്ങൾ. ഇന്നത്തെ ഒരു കാലത്ത് നമുക്ക് സാമ്പത്തികം വളരെ കുറവായിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അധ്വാനിക്കുന്ന ജോലിക്ക് അനുസരിച്ചുള്ള ഒരു മൂല്യം നമ്മൾക്ക് അല്ലെങ്കിൽ വരുമാനം നമ്മൾക്ക് കിട്ടാതിരിക്കുന്ന ഒരു ഈ കാലഘട്ടത്തിൽ എത്രത്തോളം നമ്മൾ കഷ്ടപ്പെടുന്നു അത്രത്തോളം എന്നാലേ നമ്മൾക്ക് അത്ര നാളെ ഭാവിയെ ശോഭനമാക്കുന്ന രീതിയിൽ സാമ്പത്തിക ഉയർച്ചയിലേക്ക് വരാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെ പുണർദം പൂയം ആയില്യം നക്ഷത്രക്കാർ വളരെ ശ്രദ്ധിക്കുക. വിദ്യാർത്ഥികൾ പഠന കാര്യങ്ങളിലെല്ലാം എനിക്കെല്ലാം അറിയാം എന്നുള്ളൊരു ചിന്തനം കാണിക്കുന്നു ആയില്യം നക്ഷത്രക്കാരായ കുട്ടികൾക്ക്. അത് എനിക്കറിയാം എന്ന് ചിന്തിക്കുമ്പോൾ പോലും ഒന്നുകൂടി റിവൈൻ ചെയ്ത് പഠിക്കാൻ, അല്ലെങ്കിൽ ഒന്നുകൂടി അത് ബാക്ക് എടുത്ത് പഠിക്കാനുള്ള ശ്രമം കൂടി നിങ്ങൾ നടത്തണം. അതായത് ഇന്നലെ ഞാൻ പഠിച്ചു വെച്ച് ഇന്ന് ഞാൻ പഠിക്കാൻ പോകുന്നില്ല എന്ന് ചിന്തിക്കാതെ ഒന്നുകൂടി കാര്യങ്ങൾ വിശദമായി പഠിക്കാനും നാളത്തേക്ക് വേണ്ടി ഒന്നുകൂടി രാവിലെ പ്രഭാത സമയങ്ങളിൽ എണീറ്റ് പഠിക്കാനുമുള്ള ഒരു ശ്രമം നിങ്ങൾ ആയില്യം നക്ഷത്രക്കാരായ കുട്ടികൾ നടത്തേണ്ടത് വളരെ അത്യാവശ്യമായ ഒരു സമയമാണ് ഇപ്പോൾ വരാൻ പോകുന്നത്. പൂയം നക്ഷത്രക്കാരായ ആളുകൾ വ്യാപാര കാര്യങ്ങളിൽ, അതായത് ബിസിനസ് സംബന്ധമായ കാര്യങ്ങൾ നടത്തുന്ന ആളുകൾ വളരെയേറെ ഒന്ന് ശ്രദ്ധിക്കുക. അതായത് കടം കൊടുക്കുന്ന ഒരു സിസ്റ്റം നിങ്ങൾ അതായത് ചില ആളുകൾ നമുക്ക് പരിചയക്കാരൊക്കെ വരുമ്പോൾ അവർക്ക് നമ്മളുടെ ദാരിദ്ര്യം പറയുക അല്ലെങ്കിൽ വിഷമങ്ങളൊക്കെ പറയുമ്പോൾ ചില ആളുകൾ ബിസിനസ് നടത്തുന്നവർ ചെയ്യാറുണ്ട്. അതൊന്ന് 2 ദിവസത്തേക്ക് അല്ലെങ്കിൽ കുറച്ച് പറ്റെന്നൊക്കെ പറയും. അങ്ങനെ ഒരു രീതി ചെയ്യാറുണ്ട്. പക്ഷെ അത് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, നമ്മൾ ആർക്കാണ് അത് കൊടുക്കുന്നത്. ആ വ്യക്തി നാളെ നമ്മളുടെ സേവനം വാങ്ങിയതിന് ശേഷം നമ്മൾക്ക് തുല്യമായ മൂല്യം തരാൻ അല്ലെങ്കിൽ വില തരാനുള്ള പ്രാപ്തനാണോ എന്ന് ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ അത് മുഖേന നാളെ ഒരു സമയത്ത് അവരോട് നമ്മളുടെ കടം വാങ്ങിയവരാണെങ്കിൽ പോലും നമ്മുടെ പൈസ ചോദിക്കുമ്പോൾ അവർ നമുക്ക് ശത്രുക്കളായി മാറാനുള്ള ഒരു സാധ്യതയും തെളിഞ്ഞു വരുന്ന ഒരു സമയമാണ്. അതുകൊണ്ട് തന്നെയാണ് ചില കാര്യങ്ങളിൽ വളരെ ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്ന് പറയുന്നത്. അതൊരു വാഹനം ഉപയോഗിക്കുമ്പോഴും ഒന്ന് ശ്രദ്ധിക്കുക. അതായത് അപകടങ്ങളൊന്നും മാത്രമല്ല, ഹെൽമെറ്റ് എടുക്കാതിരുന്നാൽ ഇപ്പോൾ ഒരു പിഴ ഈടാക്കുന്നുണ്ട്. അപ്പോൾ അത് സാമ്പത്തിക നഷ്ടവും അതിലൂടെ മനസ്സിന് വിഷമം. അതായത് 500 രൂപയും കൊണ്ട് ഇറങ്ങുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അത് നഷ്ടമാകുകയാണ് അവിടെ. അപ്പോൾ സാമ്പത്തിക നഷ്ടം, വിഷമം. പിന്നെ അതിനെപ്പറ്റി ചില ആളുകളുണ്ട്, ചെറിയൊരു സംഭവങ്ങൾ നടന്നാൽ പോലും അതിനെപ്പറ്റി ആ രാത്രി മൊത്തം അതിനെപ്പറ്റി ആലോചിച്ചുകൊണ്ടിരുന്ന് ഉറക്കം വരാതിരിക്കുക. അത് മുഖേന പിറ്റേന്നുള്ള ഒരു ശാരീരിക വിഷമങ്ങളും തലവേദന മുഖേന വിഷമം വരുമ്പോൾ ജോലിസ്ഥലത്തും അത് ബുദ്ധിമുട്ടാവാനുള്ള കാര്യങ്ങളാകുന്നുണ്ട്. അപ്പോൾ
പുണർദം, പൂയം, ആയില്യം വ്യക്തികളും കുറച്ചൊന്ന് ശ്രദ്ധിക്കേണ്ട സമയം, വളരെ ശ്രദ്ധിക്കേണ്ട കുറച്ച് ദിവസങ്ങളാണ്. ഈ മാസവും അടുത്ത മാസവും ഒന്ന് ശ്രദ്ധിക്കേണ്ട സമയമാണ്. അടുത്തത് പൂരാടം, ഉത്രാടം, തിരുവോണം നക്ഷത്രക്കാർ. അവരും ഈ പറഞ്ഞതുപോലെ സാമ്പത്തിക കാര്യങ്ങളിൽ ഒന്ന് ശ്രദ്ധിക്കുക. വീട്ടിലുള്ളവരോടും കൂടി പറയുക. അതായത് ചില വീട്ടിൽ ഒരു ഭർത്താവിന് ജോലിയുണ്ട്, ഭാര്യയ്ക്കും ജോലിയുണ്ട് എങ്കിൽ പോലും ഇപ്പോൾ നിലനിൽക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണെന്ന് വെച്ചാൽ രണ്ടുപേരുടെയും ഈ വേതനം, അതായത് ശമ്പളം കിട്ടുന്നെങ്കിൽ പോലും ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്നില്ല. കുട്ടികളുടെ പഠന ചിലവ് കാര്യങ്ങൾ കൊണ്ട് അങ്ങനെ പറ്റാതിരിക്കുന്ന സമയത്ത് ഒരാൾ ചിലപ്പോൾ ആർക്കെങ്കിലും കടം കൊടുത്തിട്ട് തിരിച്ചു കിട്ടാതിരുന്നാൽ പോലും വീട്ടിൽ അസ്വാരസ്യങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് സാമ്പത്തികമായി പൂരാട നക്ഷത്രക്കാർ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. മറ്റുള്ളവർക്ക് പണം കടം കൊടുത്തു കഴിഞ്ഞാൽ അത് തിരിച്ചു കിട്ടാനുള്ള ഒരു വിഷമഘട്ടങ്ങളും വരുന്ന ഒരു സമയമാണ്. അതുപോലെ തിരുവോണ നക്ഷത്രക്കാർ അവരും കൂടുതലൊന്ന് കരുതിയിരിക്കേണ്ട സമയമാണ്. ജോലി സ്ഥലത്തും മറ്റും ചില ആളുകൾക്ക് പണം കടം കൊടുക്കുന്നത് മുഖേന അത് തിരിച്ചു കിട്ടാതിരിക്കുക, കൊടുത്തവർ തന്നെ നമുക്ക് ശത്രുവായി മാറുന്ന ഒരു അവസരത്തിലൂടെയൊക്കെ പോകാനുള്ള സാധ്യത കാണുന്നുണ്ട്. അതുകൊണ്ട് ശ്രദ്ധിക്കുക. സാമ്പത്തിക കാര്യങ്ങളിൽ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് വീണ്ടും വീണ്ടും പറയുന്ന സമ്പത്താണ്. കയ്യിൽ നിന്ന് നഷ്ടമായി പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരിക്കലും തിരിച്ചു പിടിക്കാനോ നമുക്ക് പറ്റുന്നില്ല. ജീവിതവും അതുപോലെ തന്നെയാണ്. ചിലപ്പോൾ ചെറിയ എമൗണ്ട് അല്ല, ചിലപ്പോൾ വലിയ ഹ്യൂജ് എമൗണ്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് തിരിച്ചു കിട്ടാതിരിക്കുമ്പോൾ ഉണ്ടാകുന്ന മാനസിക സമ്മർദ്ദം വളരെ വിഷമങ്ങളിലേക്ക് നമ്മളെ കൊണ്ടുപോകാനും അത് മാനസികമായി തളർത്തുന്ന ഒരു അവസ്ഥയിലേക്ക് വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് സാമ്പത്തികമായിട്ടുള്ള അത് ഒരാൾക്ക് കടം കൊടുക്കരുത്. അതായത് നമ്മുടെ ദുഃഖപ്പെട്ട് വരുന്ന ഒരു വ്യക്തിയുടെ കടം കൊടുക്കരുതെന്നല്ല, ഒന്ന് ചിന്തിക്കണം. ഇത്രത്തോളം എമൗണ്ട് കൊടുത്താൽ അവൻ തിരിച്ചു തരാൻ പാങ്ങുള്ളവനാണോ എന്നുകൂടി. എന്നാൽ ചോദിക്കും, പാങ്ങുള്ളവനാണെങ്കിൽ നമ്മളോട് വന്ന് കടം ചോദിക്കത്തില്ല. എങ്കിൽ പോലും ഇന്ന് നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചാൽ നാളെ ഒരു സമയത്ത് ഇന്ന സമയത്ത് തിരിച്ചു തരണമെന്ന് പറയുമ്പോൾ റിട്ടേൺ ചെയ്യാൻ കഴിവുള്ളവരാണോ എന്ന് കൂടി നമ്മളൊന്ന് വാല്യൂ ചെയ്യുക, അല്ലെങ്കിൽ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ചിന്തിച്ച് പ്രവർത്തിക്കുക. ഏത് കാര്യത്തിലും പൂരാടം, ഉത്രാടം, തിരുവോണം നക്ഷത്രക്കാർ ഏത് കാര്യത്തിന് ഇറങ്ങുമ്പോൾ രണ്ടാമതൊരു ചിന്ത കൂടി നിങ്ങൾ സ്വയം നിങ്ങളുടെ മനസ്സുകൊണ്ട്, അതായത് വേറൊരു വ്യക്തിയോട് ചോദിക്കുകയല്ല, നമ്മുടെ മനസ്സ് എന്തു പറയും, നമ്മുടെ മനസ്സാക്ഷിയോട് ചോദിച്ചാൽ ശരിയെന്ന് തോന്നിയതിനു ശേഷം മാത്രം ചെയ്യുക. കാരണം ഒരു നാളൊരു വിഷമഘട്ടം വരുമ്പോൾ മറ്റൊരാളാൽ നമ്മൾ കുറ്റപ്പെടുത്തൽ കേൾക്കാനുള്ള ഇട വരാതിരിക്കാൻ വേണ്ടിയാണ് ഇത് പറയുന്നത്. അടുത്തത് വിശാഖം, അനിഴം, തൃക്കേട്ട. അവർക്ക് ഈ നക്ഷത്രക്കാർക്ക് ശാരീരികപരമായ ചില ബുദ്ധിമുട്ടുകൾ, അതായത് അനിഴം നക്ഷത്രക്കാർക്ക് മുട്ടുവേദന അങ്ങനെ ഇങ്ങനെയുള്ള ചില ബുദ്ധിമുട്ടുകൾ വരാനുള്ള സാധ്യതയുണ്ട്. അതിനകത്ത് തുടർ മരുന്ന് കഴിക്കേണ്ടി വരുന്ന ഒരു അവസ്ഥയിലേക്കും വരുന്നുണ്ട്. ഇപ്പോൾ ഷുഗർ, പ്രഷർ അങ്ങനെയുള്ള കാര്യങ്ങൾക്കായി മരുന്ന് കഴിക്കുന്ന ആളുകൾ സ്വന്തം ചികിത്സ നടത്താതിരിക്കുക. സ്വയം ചികിത്സ ചില ആളുകൾക്കുണ്ട്. അനിഴ നക്ഷത്രക്കാർക്ക് പ്രത്യേകിച്ചുണ്ട്. സ്വയം ചികിത്സ, എനിക്ക് ഇത്ര ഇപ്പോൾ ഓക്കെ ആയിരിക്കും, എനിക്ക് മരുന്ന് ഇനി കഴിക്കേണ്ട, എൻ്റെ ഷുഗർ അല്ലെങ്കിൽ BP ഒക്കെ നോർമലായി എന്ന് സ്വയം തോന്നി ഒരു മക്കളോട് പോലും അറിയിക്കാതെ ചില മരുന്ന് നിർത്തുന്ന ഒരു സ്വഭാവം അനിഴ നക്ഷത്രക്കാരിലൊക്കെ കണ്ടുവരാറുണ്ട്. അപ്പോൾ അതൊന്നും കാണിക്കരുത്. സ്വയം ചികിത്സ ഒരിക്കലും നല്ല കാര്യമല്ല. ഡോക്ടറിൻ്റെ എത്രയും വേഗം എന്തെങ്കിലും ചെറിയൊരു അസുഖം ഉണ്ടെങ്കിൽ പോലും ഡോക്ടറിൻ്റെ സേവനം ലഭ്യമാക്കേണ്ടതാണ്. അതുപോലെ തൃക്കേട നക്ഷത്രക്കാരും കാലിൻ്റെ മുട്ടിനൊക്കെ ചെറിയ വേദനകളൊക്കെ വരാനുള്ള സാധ്യത കാണുന്നുണ്ട്. അതിനാൽ അല്പം ഒന്ന് ശ്രദ്ധിക്കുക. ഏത് കാര്യത്തിലും ഒന്ന് പുറത്തോട്ട് ഇറങ്ങുമ്പോൾ പോലും ഞാൻ അതിപ്പോൾ ഇറങ്ങണോ, അല്ലെങ്കിൽ അകത്ത് തന്നെ എനിക്ക് നിന്നാൽ പോരെ, ഇപ്പോൾ എന്തിനാണ് പുറത്തോട്ട് ഇറങ്ങുന്നത്. ചിലപ്പോൾ ചെറിയ വീഴ്ചകൾ, അതുപോലെ ചെരുപ്പൊക്കെ ഇട്ട് പാദരക്ഷകൾ ഉപയോഗിക്കുമ്പോഴും ഒന്നും നമുക്ക് കാലിന് കംഫർട്ടായിട്ടുള്ള സ്ലിപ്പേഴ്സ്, അതും സ്ലിപ്പർ അങ്ങനെയുള്ള സാധനങ്ങൾ ഉപയോഗിക്കാൻ കൂടി ഒന്ന് ശ്രദ്ധിക്കണം. അപ്പോൾ ഈ പൊതുവായിട്ടുള്ള ചില നക്ഷത്രക്കാർ, അതായത് ശ്രദ്ധിക്കേണ്ട, സൂക്ഷിക്കേണ്ട കടമ്പ കുറച്ച് നാൾ, അതായത് ഒരു 1.5 മാസത്തോളം ഉള്ള കുറച്ച് നക്ഷത്രക്കാരെ കുറിച്ചാണ് പറഞ്ഞത്. അതാരെയും വിഷമിപ്പിക്കാനല്ല, ഒന്ന് ശ്രദ്ധിച്ചിരിക്കുക. ഏത് കാര്യത്തിലും ഒന്ന് ശ്രദ്ധിച്ചിരിക്കാൻ വേണ്ടി ഒന്ന് പറഞ്ഞു എന്ന് മാത്രം. ജ്യോതിഷി എന്ന നിലയിൽ അത് പറഞ്ഞു തരേണ്ട കടമയുള്ളത് കൊണ്ട് പറഞ്ഞു എന്ന് മാത്രം. അപ്പോൾ വീഡിയോ ഏവർക്കും ഗുണകരമായി തോന്നുന്നു, ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നന്ദി, നമസ്കാരം.